ഇന്ന് ദുഃഖവെള്ളിയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശുമരണം ഏറ്റുവാങ്ങിയ വെള്ളിയാഴ്ച. ഇന്ന് നടക്കുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ കാർമ്മികത്വം വഹിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ടിൻഡുദാസ്, കൊച്ചി ഇടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, കോഴിക്കോട് ഗോഡ് ഓഫ് മദർ കത്തീഡ്രലിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ എന്നിവർ ഒപ്പം ചേരും. ടിൻഡുദാസിലേക്ക് ആദ്യം. ടിൻഡു, പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ചേർന്നത് പാളയം ലാത്തിൻ സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്നുമാണ്. കുരിശിൻ്റെ പാതയിൽ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ നേതൃത്വം പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ടിൻഡുദാസാണ് വിവരം നൽകിയത്. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. ദുഃഖവെള്ളി ഇവിടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനായി മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. അതായത് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ മനുഷ്യരാശിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. സത്യത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ദുഃഖവെള്ളി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ്. അതായത് ക്ഷമിക്കുന്ന ഒരു സംസ്കാരത്തിന് മാത്രമേ ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നത് തന്നെ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന, അതായത് ഇന്നും മനുഷ്യൻ ചെയ്യുന്ന പല ഭ്രാന്തം പ്രവർത്തനങ്ങളും അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കും, മനഃപൂർവ്വമൊന്നും ആയിരിക്കില്ല. അതിൻ്റെ ഫലമൊക്കെ ലോകം മുഴുവനും നേരിടുന്നു, രാജ്യങ്ങൾ നേരിടുന്നു, സംസ്ഥാനങ്ങൾ നേരിടുന്നു, അല്ലേ? അപ്പോൾ ക്ഷമിക്കുന്ന സംസ്കാരം. അതുപോലെ തന്നെ കുരിശിൽ കിടക്കുന്ന രണ്ട് കള്ളന്മാരുണ്ട്. ഒരു കള്ളൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. നീ നിന്നെ തന്നെ രക്ഷിക്കി, ഞങ്ങളെയും രക്ഷിക്കി, അങ്ങനെ പറഞ്ഞു. അതേസമയം മറ്റൊരു കള്ളൻ പറഞ്ഞു, നീ നിന്റെ പരദീസായിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. പക്ഷെ ആദ്യമായിട്ട് സ്വർഗം വാഗ്ദാനം, അവൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം കിട്ടിയ ഒരു മനുഷ്യനാണ് നല്ല കള്ളൻ എന്ന് പറയുന്നത്. അയാൾ പ്രാർത്ഥിച്ചതാണ്, നീ സ്വർഗത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ പരദീസായിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. നീ ഇന്ന് തന്നെ പരദീസായിൽ ഉണ്ടായിരിക്കുമെന്ന് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ യേശു പ്രഖ്യാപിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രഖ്യാപനം. ശരിക്കും പറഞ്ഞാൽ ആ നല്ല കള്ളനെ കുറിച്ച് പറയുന്നത്, അവൻ ജീവിതം മുഴുവനും നടന്നു, അവസാനം ഈശോയുടെ ഹൃദയം കവർന്നെടുത്തിട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നത് എന്നുള്ളതാണ്. ഹൃദയം കവരുന്നവർക്ക് രക്ഷയുണ്ട്. യെസ്, ഹൃദയം എപ്പോഴും സ്നേഹത്തിൻ്റെ ഉറവിടമാണല്ലോ. അത് നേടിയെടുക്കുന്നത് ഭാഗ്യമാണ്. അവ ചുരുക്കം പറഞ്ഞാൽ, അതുപോലെ നീതി, സത്യം, അതിനു വേണ്ടിയിട്ടാണ് യേശു മരിച്ചതെന്നുള്ളതാണ്. പീലാത്തോസ് ഒരു ഭരണാധിപനായിരുന്നു. സത്യം എന്തെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. യേശു നിരപരാധിയാണെന്നും യേശു മരണം അർഹിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ നിന്നെ ജൂതന്മാരുടെ അവർ പറഞ്ഞതനുസരിച്ച് വിട്ടുകൊടുക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളുടെ ക്ഷമയുടെ സന്ദേശം എന്ന് പറയുന്ന സമയത്ത് ഈ കാലത്ത് അത് അത്യാവശ്യമാണത്. ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ്. ഒരു രാജ്യങ്ങളെയും രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ്. നമ്മുടെ രാജ്യത്ത് നോക്കിയ പല ഭീകര പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ
മനുഷ്യന് സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രമാത്രം പുരോഗതി ഉണ്ടാവും. യുദ്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തനി ഭ്രാന്താണ്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ബോംബുകളിട്ട് നശിപ്പിക്കുക. എത്ര രാജ്യങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ദൈവം മനുഷ്യന് ഇതുപോലെയുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരാശിയെ പുരോഗമിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഓരോ രാജ്യങ്ങളും ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഓരോ രാജ്യത്തെയും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് പകരം ഉള്ള പണം മുഴുവനും ഈ യുദ്ധത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച് നമ്മുടെ ലോകത്തെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹാവശ്യം, വിട്ടുവീഴ്ചകളുടെ ഒരു മനോഭാവം, അത് ഒരു ചെറുതാകലിൻ്റെ മനോഭാവം, ഒരു കുനിയുന്നതിൻ്റെ മനോഭാവം. നമ്മുടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനിയാനും ചെറുതാകാനൊന്നും ആരും തയ്യാറല്ല, വിട്ടുകൊടുക്കില്ല. അതാണ്. പക്ഷെ ഒന്ന് വിട്ടുകൊടുത്താൽ ഒരു യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഒന്ന് വിട്ടുകൊടുത്താൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും. ഒന്ന് വിട്ടുകൊടുത്താൽ നമ്മുടെ സംസ്ഥാനത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലും വിട്ടുകൊടുക്കലിൻ്റെ, ചെറുതാകലിൻ്റെ, എളിമയുടെയൊക്കെ ഒരു സംസ്കാരം വളർത്തണമെന്ന് ദുഃഖവെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെ അതെ മുൻപത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നതാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 610 കുടുംബങ്ങൾ ദുഃഖിതരാണ്, വേദനയിലാണ്. അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കുമുണ്ട്. അതായത് അവരുടെ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ശ്രമിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞ് അത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു ജുഡീഷ്യൽ കാര്യമായതുകൊണ്ട് ഇപ്പോൾ അധികം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ കോടതിയുടെ കയ്യിൽ വന്ന കാരണം കോടതിയായിരിക്കും തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത്. കണ്ടത് നമുക്കൊപ്പം തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ടിൻഡു ദാസ് ഒപ്പം ചേരുന്നുണ്ട്. ടിൻഡു, കുരിശിൻ്റെ വഴി തുടങ്ങി അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, കുരിശിൻ്റെ വഴിയിൽ യേശുക്രിസ്തുവിൻ്റെ പീഡകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പിലാത്തോൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ പീഡകളെ സ്മരിച്ചുകൊണ്ടുള്ള കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്ര പാളയം സെൻറ് ജോസഫ് പള്ളിയിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലത്തീൻ കത്തോലിക്ക സഭയും മലങ്കര റോമിക് സഭയും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇത്തവണ കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരം ലത്തീൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പിതാവും അതോടൊപ്പം തന്നെ മലങ്കര സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമിസ് ബാവയും ഈ കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്രയിൽ, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയിൽ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, രണ്ട് സഭയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ലോക മാനവ ജനതയ്ക്ക്, അല്ലെങ്കിൽ ലോക ക്രൈസ്തവ സഭകൾക്ക് സന്ദേശം നൽകാനായി കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലഹരിക്കെതിരെ കുഞ്ഞുകുട്ടികൾ ലഹരിയിൽ പിടിപെടുന്നതും അതോടൊപ്പം തന്നെ ലഹരിയുടെ ദുരുപയോഗവുമാണ് ഇന്ന് പ്രധാനമായിട്ടും പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ തോമസ് ജെ നെറ്റോയും അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് മലങ്കര ആർച്ച് ബിഷപ്പ് ക്ലിമിസ് ബാവയും സഭയ്ക്ക് സന്ദേശമായിട്ട് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓശാന ഞായറിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ
പീഡകളെ ഓർമ്മിപ്പിക്കുന്ന അതായത് മാനവരാശിക്ക് വേണ്ടി ത്യാഗം ചെയ്ത മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേക്കപ്പെട്ട യേശുക്രിസ്തുവിനെ സ്മരിക്കുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. ഒറ്റുകാശ് വെള്ളി നാണയത്തിൻ്റെ ഒറ്റുകാശിൻ്റെ വില കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ യേശുക്രിസ്തുവിൻ്റെ പീഡകളെയും ഈ ദിവസം ഓർമ്മിക്കുന്നു. അതിനെ സ്മരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പീഡകളെ സ്മരിച്ചുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം പാളയം പള്ളിയുടെ നേതൃത്വത്തിൽ ഈ വീഥികളിലൂടെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഈ വീഥികളിലൂടെ കുരിശിൻ്റെ പീഡകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുരോഗമിക്കുന്നത്. വൈകുന്നേരം 2 സഭകളിലെ 2 പള്ളികളിലായിട്ട് ഇത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകളും പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. ഇന്ന് എന്തായാലും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് 2 സഭകളുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്ക് സന്ദേശം നൽകാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ സ്മരണകളെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രദക്ഷിണ ചടങ്ങ് നടക്കുന്നത്. അല്പസമയത്തിനകം ഈ പ്രദക്ഷിണം ലത്തീൻ പള്ളിയിൽ എത്തിച്ചേരും, തിരുവനന്തപുരം സെൻറ് ജോസഫ് ലത്തീൻ ചർച്ചിൽ എത്തിച്ചേരും. പിന്നീട് അവിടെ നിന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിക്കും. വൈകുന്നേരം പ്രധാന പ്രാർത്ഥനകളോടുകൂടിയും മതപരമായിട്ടുള്ള ചടങ്ങുകളോടും മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ ഈ പീഡകളെ, അല്ലെങ്കിൽ ദുഃഖവെള്ളിയുടെ പീഡകളെ സ്മരിച്ചുകൊണ്ട് തൻ്റെ സഭയിലൂടെ, അല്ലെ തങ്ങളുടെ സഭയിലുള്ള ജനങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറും. കൃഷ്ണരാജ്. ശരി, ടിൻഡുദാസാണ് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ഇടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിൽ നിന്ന് ജിജീഷ് കന്നാരൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, പറയൂ. കൃഷ്ണരാജ്, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ആ ഒരു സ്മരണയിൽ വിവിധ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് ഫാദർ റാഫേൽ തട്ടിലടക്കമുള്ള ആളുകൾ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോൾ എടപ്പള്ളി പള്ളിയിലാണ് നമ്മളുള്ളത്. ഇവിടെ നിരവധി വിശ്വാസികളാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ സെൻറ്റ് കോലഞ്ചേരി ക്യൂൻസ് മേരി ദേവാലയത്തിലാണ്. ഒപ്പം കുരിശിന്റെ വഴി പീഡാനുഭവ ഭരണകൾ, ഓർമ്മകൾ പുതുക്കിയുള്ള വിവിധ ചടങ്ങുകൾ എന്നിവ ഇന്ന് വൈകുന്നേരവും വിവിധ പള്ളികളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് പ്രത്യേകമായി തന്നെയുള്ള പ്രാർത്ഥനകൾ വിവിധ പള്ളികളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ വിവിധ പള്ളികളിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ യേശു ശിഷ്യന്മാരോടൊപ്പം ആദ്യ അത്താഴം കഴിച്ച് കാലുകൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ച പെസഹ വേദത്തിന്റെ തുടർച്ചയായുള്ള ദിവസത്തിൽ പീഡാനുഭവത്തിന്റെയും കാൽവരി മലയിലെ കുരിശുമരണത്തെയും ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ അനുസ്മരിക്കുകയാണ്. അതിനുള്ള നടപടികളാണ്, ചടങ്ങുകളാണ് വിവിധ പള്ളികളിൽ ഇപ്പോൾ എടപ്പള്ളി പള്ളിയിലടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പള്ളിയിലും പള്ളി വികാരികൾക്കൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വൈദികരുമെല്ലാം തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഇപ്പോൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരികയും ചെയ്യുകയാണ്. കൊച്ചി ഇടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിൽ നിന്ന് ജിജീഷ് കന്നാരനാണ് ഒപ്പം ചേർന്നത്. കോഴിക്കോട് ഗോഡ് ഓഫ് മദർ കത്തീഡ്രലിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, അല്പം മുമ്പ് ബിഷപ്പ് പ്രതികരിച്ചിരുന്നു. അവിടെ പ്രാർത്ഥന ശുശ്രൂഷ ചടങ്ങുകൾ എങ്ങനെയാണ്? പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നേതൃത്വം നൽകുന്നത്. മദർ ഗോഡ് ഓഫ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച് സെന്റ് ജോസഫ് ചർച്ചിലേക്ക് കുരിശിന്റെ വഴി അവസാനിക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ബിഷപ്പ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മദർ ഗോഡ് ഓഫ് കത്തീഡ്രലിലാണ് ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെയൊക്കെ ഭാഗമായി കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് വിശ്വാസികൾ ഈ ദേവാലയത്തിന്റെ പരിസരത്ത് ഒത്തുകൂടിയിരുന്നു. 7:30 കൂടിയിട്ട് ഇവിടെ നിന്ന് ഈ കുരിശിന്റെ വഴിയുടെ യാത്ര ആരംഭിക്കും. പ്രധാനമായിട്ടും നമ്മൾക്കറിയുന്നത് പോലെ 14 സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞതുപോലെ കുരിശിന്റെ വഴിക്ക് പ്രധാനപ്പെട്ട ചടങ്ങുകളുള്ളത്. ഈ പറഞ്ഞതുപോലെ യേശു കുരിശുമായി ചുമക്കുന്ന സ്ഥലം, യേശു കുരിശുമായി വീഴുന്ന സ്ഥലം, വെറോനിക്ക യേശുവിന്റെ മുഖം തുടയ്ക്കുന്ന സ്ഥലം, യേശുവിനെ കുരിശിൽ തറയ്ക്കപ്പെടുന്ന സ്ഥലം എന്നിങ്ങനെ യേശു കുരിശിലേറ്റപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് യേശു കുരിശുമരണത്തിന് വിധിക്കുന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷം 14 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഈ കുരിശിന്റെ വഴിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്.
ക്രമീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ യേശുവിനെ അനുകരിക്കുന്നതിന് സമാനമായ രീതിയിൽ ചെറിയ കുരിശുകളും മരക്കുരിശുകളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതപാതയെ പിന്തുടരുന്നതിന് സമാനമായ രീതിയിലാണ് അവരുടെ വിശ്വാസ കാര്യക്രമങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യേശു ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയം കുരിശിൽ വരിച്ചു എന്നതിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈ രീതിയിലുള്ള ഈ കുരിശുമായി ഈ ആളുകൾ കുരിശ് യാത്ര സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ചരിത്രമൊക്കെ തുടങ്ങുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് യേശു ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് മരണം വരിച്ചത് എന്ന വസ്തുത അവർ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിന് സമാനമായ രീതിയിലുള്ള ജീവിതം നയിക്കുക എന്ന താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ ക്രൈസ്തവ വിശ്വാസികളൊക്കെ ഇത്തരത്തിലുള്ള ചടങ്ങുകളുടെ ഭാഗമാകുന്നത്. എന്തായാലും ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഗോഡ് ഓഫ് മദർ കത്തീഡ്രലിൽ നിന്ന് കുരിശിന്റെ വഴി യാത്ര ആരംഭിക്കും. ആരംഭിച്ചതിന് ശേഷം ഈ നഗരം ചുറ്റിയതിനു ശേഷം ഈ അപ്പുറത്ത് തന്നെയുള്ള ക്രിസ്ത്യൻ കോളേജിന് സമീപത്തുള്ള സെന്റ് ജോസഫ് ചർച്ചിലായിരിക്കും ഈ കുരിശിന്റെ വഴിയുടെ ചടങ്ങുകൾ സമാപിക്കുക. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട വർഗീസ് ചക്കാലക്കലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. വലിയ പ്രാർത്ഥനയോടുകൂടിയും ഉപവാസത്തോടുകൂടിയും കുരിശിന്റെ വഴിയോടുകൂടിയും ഒക്കെയാണ് ഈ ദിവസത്തെ, ഈ ദുഃഖവെള്ളി ദിവസത്തെ, ഉയർത്തെഴുന്നേൽപ്പിന് 3 ദിവസം മാത്രം ബാക്കിയുള്ള ഈ ദിവസത്തെ ക്രൈസ്തവ വിശ്വാസികൾ കൊണ്ടാടുന്നത്. യേശുക്രിസ്തുവിന്റെ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മരണത്തെ വിശുദ്ധ സ്മരണയായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ അതിതീവ്രമായി അവർ സ്മരിക്കുന്നു, ആചരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. 3 ദിവസങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായിട്ടുള്ള ദിവസത്തിലേക്കാണ്. ദുഃഖവെള്ളിയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശുമരണം ഏറ്റുവാങ്ങിയ വെള്ളിയാഴ്ച ദിവസം.